ആദ്യ RS ഫാം കാർണിവൽ 2026 തുടക്കമായി. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവലിന് തുടക്കമായി. ഭാവിയിൽ മലബാർ കിസാൻ മേളയായി പരിണമിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ തിരുമുമ്പ് കാർഷിക പഠന കേന്ദ്രത്തിൽ മാർച്ച് 8 വരെ നീണ്ടു നിൽക്കുന്ന കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ സ്വാഗതവും പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പിലിക്കോട് RIRS നടക്കുന്ന കാർണിവൽ 2026 ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശതാബ്ദി പിന്നിട്ട നമ്മുടെ പിലിക്കോട് RIRS ലോകത്തിൽ ആദ്യമായി സങ്കരയിനം ടീൻഡൊടി തെങ്ങ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ കാർഷിക ഭൂപടത്തിൽ ഇടം നേടിയ നമ്മുടെ പിലിക്കോട് RIRS കാർഷിക മേഖലക്കകത്ത് നിരവധിയായ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി TS സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഈ ക്യാമ്പസിനകത്ത് സജ്ജമാക്കിയ വിവിധ ഉദ്യാനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനങ്ങളുമൊക്കെ തന്നെ നിർവഹിച്ച് കഴിഞ്ഞിട്ടുള്ളത്. കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം കേരള കാർഷിക സർവകലാശാല പ്രൊഫസറും ജനറൽ കൗൺസിൽ മെമ്പറുമായ ഡോക്ടർ T സജിത റാണിയും കരിമീൻ കുഞ്ഞുങ്ങളുടെ വിൽപ്പന കാസർഗോഡ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ P രാഘവേന്ദ്രയും പൈതൃക വിത്തുത്സവം ഉദ്ഘാടനം പ്രശസ്ത നടൻ ഉണ്ണിരാജ് ചെറുവത്തൂരും നിർവഹിച്ചു. ഡോക്ടർ വത്സലൻ നായർ മദ്യവർജന ബോധവൽക്കരണത്തിനായുള്ള സവിശേഷ പ്രഭാഷണവും നടത്തി. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായ അജുൽ K, ആദിഷ് ചന്ദ്രൻ എന്നിവർക്കുള്ള ഉപഹാരങ്ങളും വേദിയിൽ വെച്ച് വിശിഷ്ട വ്യക്തികൾ സമ്മാനിച്ചു. ഡോക്ടർ സുമേഷ് KV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലിക്കോട്. ശ്വാസം വലിച്ചോട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.